Most commonly used in the soluble oil it's a mixture of mineral oil, fatty oil and an emulsifier. Mineral oil and fatty oil and emulsifier are mixer is soluble oil. Solid lubricant. Wax and soap are solid lubricants. Solid use in the wax and soap solid lubricants in the category. Now, lubrication, lubricants, coolents. This is the topic is maintenance. Maintenance engineering is a portion. Maintenance of a machinery means its upkeep and repair in the event of breakdown. It also involves renewal and replacement of damaged parts. Maintenance is a പരിപാലിച്ചു പോവുക. നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കാർ വാങ്ങി. ഒരു കാർ വാങ്ങി കഴിഞ്ഞ് അതിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർ ടൈമിൽ അതിന്റെ ഓയിൽ മാറണം. മാത്രമല്ല അതിന്റെ ഫിൽറ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. കുറേ കഴിയാൻ നേരത്ത് ടയറും മറ്റു കാര്യങ്ങളൊക്കെ മാറി കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ അതിന്റെ മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് ലൈഫ് ലോങ് ഇത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോകണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്തു പോവുക മാത്രമല്ല പ്രോപ്പർ എഫിഷ്യൻസിയിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു മെഷീൻ്റെ കാര്യം പറയുവാണെങ്കിലും പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പോകും. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണെങ്കിൽ മെഷീൻ ഡാമേജ് ആയി പോവുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഈ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി കൂട്ടുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന കാര്യമാണ്. മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഈസ് ഡെവലപ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ടു കീപ് ദ പ്ലാന്റ് ഫിസിക്കലി ഇൻ ഗുഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് നോട്ട് സ്റ്റോപ്പ്. The production is not stopped due to failure of the plant. പ്ലാന്റിന് ഫെയിലിയർ വന്നിട്ട് പ്രൊഡക്ഷൻ ലോസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് നമ്മുടെ പ്രൊഡക്ഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ, മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് എല്ലാ വലിയ കമ്പനികളിലും. ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസിനെ നമ്മൾ പ്രധാനമായിട്ടും 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫസ്റ്റ് വൺ റൊട്ടീൻ മെയിൻ്റനൻസ്. Second one, breakdown maintenance അഥവാ corrective maintenance. Third one, preventive maintenance. Finally, fourth one, predictive maintenance. Okay, മെയിൻ്റനൻസിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. റൊട്ടീൻ മെയിൻ്റനൻസ്, breakdown maintenance, preventive maintenance and predictive maintenance. Okay, routine maintenance എന്താണെന്ന് നോക്കാം. This type of maintenance is done by the operator himself. ഒരു മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ തന്നെ ചെയ്യുന്ന മെയിൻ്റനൻസ് വർക്കാണ് റൊട്ടീൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്ലീനിങ് ഓഫ് ദ മെഷീൻ, റിമൂവൽ ഓഫ് ദ ചിപ്സ് ഫ്രം ദ മെഷീൻ, ഓയിലിംഗ് ദ മെഷീൻ പാർട്സ് അറ്റ് പ്രോപ്പർ പ്ലേസ്. ഒരു മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കഴിയാൻ നേരത്ത് നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്യും. മെഷീൻ ക്ലീൻ ചെയ്ത് ചിപ്സും മറ്റു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഓയിൽ ചെയ്യും. വേണ്ട ഓയിലിംഗ് ആവശ്യമായ പാർട്സുകളിലെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഓയിലും മറ്റുമൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ അന്ന് പോകുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരു ഓപ്പറേറ്റർ തന്നെ ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ് നമ്മൾ റൊട്ടീൻ മെയിൻ്റനൻസിൽ പറഞ്ഞിരിക്കുന്നത്. റൊട്ടീൻ മെയിൻ്റനൻസിൽ ഒരു മെഷീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൊട്ടീൻ മെയിൻ്റനൻസിൽ മെഷീൻ ക്ലീൻ ചെയ്യും, ചിപ്സിനെ റിമൂവ് ചെയ്യും. മാത്രമല്ല എവിടെയാണോ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഈ സൈഡിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യും. ഒരു വാഹനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മൾ അത് ക്ലീൻ ചെയ്ത് ഇടുന്നു. കാറാണെങ്കിൽ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയായിട്ട് ഇട്ട് വെക്കുന്നു. അത്രയും കാര്യമാണ് പറയുന്നത് ആ റൊട്ടീൻ മെയിൻ്റനൻസിൻ്റെ സിമ്പിൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. Okay, care of the machine taken by the operator is termed as routine maintenance. ഓപ്പറേറ്റർ തന്നെ ചെയ്യുന്ന ആ മെയിൻ്റനൻസിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് റൊട്ടീൻ മെയിൻ്റനൻസ് എന്ന കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അടുത്ത മെയിൻ്റനൻസ് പറയുന്നത് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ്. ദ റിപ്പയർ ഓഫ് ദ വർക്ക് ഈസ് ഡൺ ഓൺലി വെൻ എ മെഷീൻ ബ്രേക്സ് ഡൗൺ. ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ കംപ്ലൈൻ്റ് ആയി, മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്ന ആളെ വിളിച്ച് മെഷീൻ മെയിൻ്റനൻസ് ചെയ്യിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. മെഷീൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ്, അതായത് മെഷീനിൽ നിന്നുള്ള പ്രൊഡക്റ്റ് പുറത്തിറങ്ങുന്നില്ല, മെഷീനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയും ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. ഈ സമയത്ത് ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ പ്രൊഡക്ഷൻ by the individual machine is totally cut off. Therefore, this may be result in deadlock of the output unless
സ്റ്റാൻഡ് ബൈ മെഷീൻസ് ആർ ദെയർ. മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, സിംപ്ലി പറഞ്ഞിരിക്കുന്നു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. മെഷീൻ വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് മെയിൻ്റനൻസിന് ആളെ വിളിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആ മെഷീനിൽ നിന്ന് പുറത്തിറങ്ങേണ്ട പ്രൊഡക്റ്റ്, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് പുറത്തു വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാകും, ലോസ് ഉണ്ടാകും. ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആയി, ആ മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് അതിനെ ബാക്കപ്പ് ആയിട്ട് സ്റ്റാൻഡ് ബൈ ആയിട്ട് വേറൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ആ പ്ലാന്റ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം. അങ്ങനെ ഒരു സ്റ്റാൻഡ് ബൈ മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഫുൾ അവിടെ ലോസ് ആകും. അങ്ങനെ ലോസ് ഉണ്ടായാൽ കമ്പനി അതൊരിക്കലും അംഗീകരിച്ചു തരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കേട് വരുന്നതിന് മുമ്പേ, ഒരു തകരാറുണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തി പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ആ മെഷീൻ കുറച്ചധികം കാലം നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. 2 കാറ്റഗറി പറഞ്ഞു, റൊട്ടീൻ മെയിൻ്റനൻസ് പറഞ്ഞു, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് പറഞ്ഞു. അടുത്തതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. കുഴപ്പം വരാതെ നമുക്ക് എങ്ങനെ മെയിൻ്റനൻസ് നടത്തി കൊണ്ടുപോകാം. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഈസ് എ പ്ലാൻഡ് മെയിൻ്റനൻസ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ദ ടൈം whether the machine is order or not. നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ബൈക്ക് വാങ്ങുന്നു. ഒരു ബൈക്ക് വാങ്ങാൻ നേരത്ത് സർവീസുകളുടെ കാര്യം പറയും അല്ലേ? ഫസ്റ്റ് സർവീസിൽ ഓയിൽ ചേഞ്ചും ഇന്ന കാര്യങ്ങളും ചെയ്യണം. സെക്കൻഡ് സർവീസിലോട്ട് വരാൻ നേരത്ത് ഓയിൽ ചേഞ്ച്, അതിൻ്റെ കൂടെ തന്നെ ഫിൽറ്റർ മാറുക, അല്ലെങ്കിൽ അടുത്ത സർവീസിലോട്ട് പോകാൻ നേരത്ത് സ്പാർക്ക് പ്ലഗ് മാറുക. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടി കഴിയാൻ നേരത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറി വെക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഒരു പക്ഷേ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടാകാം. പ്രോപ്പറായ രീതിയിൽ പ്രീ പ്ലാൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുക. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് തകരാറുകളില്ലാതെ നമുക്ക് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ വണ്ടി ആയിരിക്കട്ടെ, ഒരു പക്ഷേ മെഷീൻ ആകാം, നമുക്ക് മെഷീൻ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെസ് പ്രൊഡക്ഷൻ ടൈം ലോസ്. പ്രൊഡക്ഷൻ ടൈമിൻ്റെ നഷ്ടവും അവിടെ ഉണ്ടാകുന്നില്ല. നമ്മൾ പ്രോപ്പർ രീതിയിൽ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ടൈമിന് നഷ്ടം ഉണ്ടാകുന്നില്ല. പ്യുവർ മേജർ റിപ്പയേഴ്സ് വലുതായിട്ട് അങ്ങനെ വരുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള മേജർ റിപ്പയേഴ്സും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല. ഇൻക്രീസ്ഡ് ലൈഫ് ഓഫ് ദി എക്യുപ്മെൻറ്റ്. അതിൻ്റെ ലൈഫ്, ആ സിസ്റ്റത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അടുത്തത് പറഞ്ഞിരിക്കുന്നു ലെസ് സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്സ് നീഡഡ്. നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡ് ബൈ സിസ്റ്റത്തിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ഗ്രേറ്റർ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ് ഒരു ബെറ്റർ മെയിൻ്റനൻസ് ആയിട്ട് പറയുന്ന ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്. പ്രോപ്പർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന പോലെ നമ്മൾ മെയിൻ്റനൻസ് ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ നടത്തി വിടുക. ഇങ്ങനെ നടത്തി വിട്ടില്ലെങ്കിൽ നമ്മുടെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പോകും. മെഷീൻ ബ്രേക്ക് ഡൗൺ ആകാൻ നേരത്ത് നമ്മുടെ പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്, മെയിൻ്റനൻസിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്. അത് ഷെഡ്യൂൾ ചെയ്യുക, മന്ത്ലി മെയിൻ്റനൻസ് നടത്തുക, ഷെഡ്യൂൾ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ്. പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മെയിൻ്റനൻസ് ടേമാണ്. It's a new term in maintenance engineering. This involves the use of sensitive instruments and show it to predict the troubles. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ വെഹിക്കിൾസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വൈബ്രേഷൻ കൺട്രോളർ, ആംപ്ലിറ്റ്യൂഡ് മീറ്റർ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സെൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യാൻ നേരത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ഉദാഹരണമായിട്ട് കാറിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് നമ്മുടെ ഡാഷ്ബോർഡിൽ എന്തോ സിഗ്നൽ കാണിക്കും, ടെമ്പറേച്ചർ കൂടുതലാണ്, നമ്മുടെ ഓയിലിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ കൂളൻറ്റിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ഈ രീതിയിലുള്ള സെൻസേഴ്സുകളും മറ്റുമൊക്കെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ, പുതിയ വണ്ടികളിലൊക്കെ BS6 കാറ്റഗറിയിലൊക്കെ വന്നിരിക്കുന്നത് സെൻസേഴ്സാണ്. മുഴുവൻ സെൻസേഴ്സിൻ്റെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മളെ ഡിറ്റക്ട് ചെയ്ത് കാണിക്കും. ഇന്നൊരു പ്രശ്നം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, സർവീസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ്റനൻസിന് പോകുക. ചില ജനറേറ്ററിലാണെങ്കിൽ പോലും, ഇപ്പം പുതിയ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് യൂണിറ്റിൽ പോലും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കും, പുതിയ കമാൻഡ് നമുക്ക് വരും, മെയിൻ്റനൻസ് റിക്വയർഡ്, മെക്കാനിക്കൽ പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും എററോ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ തരും. അപ്പം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പ്രോപ്പറായിട്ട് നമ്മൾ കെയർ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും.
ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് വിൽ അലോ ആൻ എക്സ്റ്റൻഷൻ ടു സർവീസ് ലൈഫ് വിത്തൗട്ട് ഫിയർ ഓർ ഫെയിലിയർ. ഇങ്ങനെ ഒരു കാര്യം കാണിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു, പ്രശ്നം കാണുമ്പോൾ തന്നെ നമ്മളത് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അതൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആകും എന്നുള്ളൊരു പേടിയോ കാര്യമോ ഒന്നും വേണ്ട. ഈവൻ ഈ സെൻസറോ വൈബ്രേഷൻ അനലൈസറോ എന്തെങ്കിലും കാര്യം ഫെയിലർ ആയി പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാതെ വരത്തുള്ളൂ. ഈ സെൻസറൊക്കെ എത്രത്തോളം കാലം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സെൻസർ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. ഇന്ന ഒരു പ്രോബ്ലം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, സർവീസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കിനെ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള 4 മെയിൻ്റനൻസുകളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. റൊട്ടീൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ തന്നെ ചെയ്യുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളാണ് റൊട്ടീൻ മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, മൂന്നാമത്തേത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, നാലാമത്തേത് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്.